ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ? മാമ്പഴം എത്ര ഫ്രഷ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏപ്രിൽ മെയ് മാസങ്ങൾ മാമ്പഴക്കാലമാണ്. പക്ഷേ എത്ര നല്ല മാങ്ങ വാങ്ങിയാലും ചിലത് നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ കേടായിരിക്കുന്നത് കാണാം. അതുമാത്രമല്ല, മുറിച്ച് വെച്ച മാമ്പഴം അതിവേഗം കറക്കുന്നതും നമ്മുടെ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് അല്ലേ. നമ്മുടെ മാമ്പഴം നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഓക്സിഡേഷൻ എന്ന കെമിക്കൽ പ്രോസസ്സ് കൊണ്ടാണ് നമുക്കത് കറുത്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാമ്പഴം അടക്കമുള്ള ചില പഴവർഗ്ഗങ്ങൾ ഇതുപോലെ കറുത്തു പോകാറുണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് ചില ടിപ്സ് വഴി മാമ്പഴം ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ പറ്റും. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മാമ്പഴം വാങ്ങിക്കുമ്പോൾ കഴിക്കാനെടുക്കുന്ന അതായത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അധികം പഴുത്ത മാമ്പഴം ഉടൻ തന്നെ കഴിച്ചു തീർക്കുക. എന്നാൽ മുറിച്ചു വെച്ച ശേഷം പിന്നീട് കഴിക്കാൻ ഉള്ള ഉദ്ദേശത്തിലാണെങ്കിൽ പഴുപ്പ് കുറഞ്ഞ മാങ്ങ നമ്മൾ കുറച്ച് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാഴ്ചയിൽ കുറച്ച് ദൃഢം എന്ന് തോന്നുന്നു, കൈവിരൽ കൊണ്ടമർത്തുമ്പോൾ ഞെക്ക് കൊള്ളുന്ന മാങ്ങയാണ് ശരിയായ പരുവം. മാങ്ങ നന്നായി കഴുകി തുടച്ച ശേഷം നല്ല മൂർച്ചയുള്ളൊരു കത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മാങ്ങയുടെ വശങ്ങളിലായി മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് 2 പീസായിട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. എന്നിട്ട് ചെറിയ ക്യൂബ് ആകൃതിയിലൊക്കെ നമുക്ക് മുറിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാമ്പഴത്തിൻ്റെ നിറം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാമ്പഴ കഷ്ണങ്ങളിൽ നമുക്ക് നാരങ്ങ അല്ലെങ്കിൽ ലേശം ഓറഞ്ചിൻ്റെ നീരൊക്കെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് വെക്കുന്നതും വളരെ നല്ലതാണ്. നമുക്ക് കട്ട് ചെയ്ത മാമ്പഴ പീസസ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്ലോ കവറിലോ ആക്കി സൂക്ഷിക്കാം. ഇത്തരം കവറിൽ മാങ്ങ സൂക്ഷിക്കുന്നത് മുൻപായി അതിലെ വായു കംപ്ലീറ്റ്ലി നമ്മൾ കളഞ്ഞതിന് ശേഷം വേണം സൂക്ഷിക്കാനായിട്ട്. നമ്മൾ ഇതുപോലെയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് മാക്സിമം ഒരു 2 to 3 days വരെ മാത്രമേ നമുക്ക് ഇതുപോലെ മാമ്പഴം സൂക്ഷിച്ചിട്ട് കഴിക്കാൻ പറ്റൂ. പക്ഷേ എന്നാലും നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം വരെയൊക്കെ നമുക്ക് ക്യൂബുകളായിട്ട് നമ്മുടെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.